ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ്? ചിറകു വിരിച്ച്. അപ്പോൾ നമ്മുടെ ചിറകു വിരിച്ച് എന്നുള്ള നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. മണ്ണാങ്കട്ടയും കരിയിലയും അരികെ അകലെ. അത് നമ്മുടെ വാതിൽ നിന്ന സെക്ഷനിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു ചെറിയൊരു കവിതയാണ് അല്ലേ, ചിറകുള്ള ബസ്. നമ്മൾ ആ ചിറകുള്ള ബസ് എന്നുള്ള കവിതയുടെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. അപ്പോൾ ക്ലാസ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മണ്ണാങ്കട്ടയും കരിയിലയിലും 3 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. മുന്നറിയിപ്പ്, വട്ടത്തിൽ ചവിട്ടുമ്പോൾ സൈക്കിൾ ചവിട്ടാൻ, അതേപോലെ ഹലോ, ഉറക്കെ പാടും. അങ്ങനെ 3 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. മുന്നറിയിപ്പ് എന്നുള്ള ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് 2ാമത്തെ പാഠം വട്ടത്തിൽ ചവിട്ടുമ്പോൾ, അതായത് സൈക്കിൾ ചവിട്ടാൻ എന്നുള്ളൊരു കവിതയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് മുഴുവനായി കാണുക, സ്കിപ്പ് ചെയ്യാതെ. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിന്റെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 2ാമത്തെ പാഠം വട്ടത്തിൽ ചവിട്ടുമ്പോൾ സൈക്കിൾ ചവിട്ട, ഒരു കവിതയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. കുട്ടി യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. എവിടേക്കാണ് യാത്ര? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾ ഈ പാഠത്തിൽ ഉടനീളം നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഫുൾ ആൻഡ് ഫുൾ നമ്മൾ പഠിക്കുന്നത് സങ്കല്പ യാത്രകളെ കുറിച്ചാണ്. എന്താണ് സങ്കല്പ യാത്ര എന്ന് നമ്മൾ പറഞ്ഞത്? നമ്മൾ മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. സങ്കല്പ യാത്ര എന്ന് വെച്ചാൽ എന്താ? അങ്ങനെ ഒരു യാത്ര ശരിക്കും പോകാൻ പറ്റില്ല. നമ്മളൊരു ഇമാജിനറി ആണ് അത്, ജസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുള്ള ഒരു യാത്ര മാത്രമാണത്. ഓക്കെ, അപ്പൊ അതേപോലെ ഒരു സങ്കല്പ യാത്രയാണ് ഇവിടെ ഈ കുട്ടി പോകുന്നത്. അതായത് എങ്ങോട്ടേ കുട്ടി പോകുന്നതെന്ന് വെച്ചാൽ ചന്ദ്രനിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ വട്ടത്തിൽ ചവിട്ടുമ്പോൾ സൈക്കിൾ ചവിട്ടാന്നാണ് നമ്മുടെ കവിതയുടെ പേര് അല്ലേ. അപ്പൊ ആരാണ് സൈക്കിൾ ചവിട്ടുന്ന കവിത എഴുതിയിരിക്കുന്നത്? പി രാമചന്ദ്രൻ. ചിത്രീകരണം എന്ന് വെച്ചാൽ ഈ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത് ആരാ? ബാബുരാജൻ. ഇനി നമുക്ക് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ അത്. നിലാക്കടലിൽ അമ്പിളി തോണി തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ് അല്ലേ. നിലാക്കടൽ, നിലാവുള്ള കടൽ. എന്താ എന്തിനാ പറയണ? ആകാശത്തെ പറയാണ് അല്ലേ. അമ്പിളി തോണി എന്ന് പറയുന്നത് എന്താ? ചന്ദ്രക്കല. അപ്പൊ ആ ചന്ദ്രക്കലയിൽ തുഴഞ്ഞിങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എങ്ങനെയാണ്? നല്ല രസമാണെന്ന് പറയുകയാണ്. ചന്ദ്രനിലേക്കുള്ള സങ്കല്പ യാത്രയാണ് പി രാമചന്ദ്രന്റെ സൈക്കിൾ ചവിട്ടാൻ എന്ന കവിത. ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ? മൈക്കിൾ ചേട്ടന്റെ സൈക്കിളിൽ. അപ്പൊ എന്താണ് ഇവിടുത്തെ സങ്കല്പ യാത്ര? അതായത് കവി പി രാമചന്ദ്രന്റെ സൈക്കിൾ ചവിട്ടാൻ എന്ന കവിതയില് ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെടുന്നതിനെ കുറിച്ചാണ് പറയണത്. കുട്ടി എങ്ങനെയാ പോണത് ചന്ദ്രനിലേക്ക് പോവാനേ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ കുട്ടി പോകുന്നത് എങ്ങനെയാ? സൈക്കിൾ ചവിട്ടിയിട്ടാ പോകുന്നത് അല്ലെ. അത് മൈക്കിൾ ചേട്ടന്റെ കടയിൽ നിന്ന് സൈക്കിൾ വാങ്ങിയിട്ടാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകുന്നത്. അതെന്താണ്? തീർച്ചയായിട്ടും ഒരു സങ്കല്പ യാത്രയല്ലേ. അതെ. മുമ്പ് എന്ന് വെച്ചാൽ പണ്ട് ഇത്രയൊന്നും വാഹനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി പോയിരുന്നത്. ഇന്നത്തെ പോലെ ഇത്രയധികം വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചു കാലം മുമ്പ്. അപ്പൊ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ കടകളിൽ ചില സൈക്കിൾ കടകൾ ധാരാളം ഉണ്ടാവും. അപ്പൊ സൈക്കിൾ കടകളിൽ നിന്ന് സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് ദിവസ വാടകയ്ക്കൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ വാടകയ്ക്ക് എടുത്തിട്ട് യാത്രയ്ക്കൊക്കെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് സൈക്കിൾ. എല്ലാവർക്കും സൈക്കിൾ പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ അതേപോലെ മൈക്കിൾ ചേട്ടൻ എന്ന് പറയുന്നത് സൈക്കിൾ കട നടത്തുന്ന ഒരാളാണ്. സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കണ ഒരു കട നടത്തുന്ന ആളാണ്. മൈക്കിൾ ചേട്ടന്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. സൈക്കിൾ എടുക്കണം, യാത്ര പോകണം. യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിൾ ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു. പക്ഷെ അതിനെല്ലാം കുട്ടി മറുപടി കണ്ടിട്ടുണ്ട്. സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി. അവസാനം മൈക്കിൾ ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു. അപ്പൊ കുട്ടി മൈക്കിൾ ചേട്ടന്റെ കടയിൽ പോയി സൈക്കിൾ വാടകയ്ക്ക് എടുത്തു. അപ്പൊ വാടകയ്ക്ക് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും മൈക്കിൾ ചേട്ടൻ ചോദിച്ചു അല്ലെ എങ്ങോട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ കുട്ടി ചന്ദ്രനിലേക്കാന്ന് പറഞ്ഞപ്പോൾ മൈക്കിൾ ചേട്ടന് മനസ്സിലായി ചന്ദ്രനിലേക്ക് പോകാൻ പറ്റില്ല എന്ന്. അപ്പൊ മൈക്കിൾ ചേട്ടൻ അത് ആ യാത്ര ഒഴിവാക്കാൻ വേണ്ടി അതായത് സൈക്കിൾ കൊടുക്കാതിരിക്കാൻ പലതും പറയുന്നുണ്ട്, പല കാര്യങ്ങളും തടസ്സങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ കുട്ടി അതിനെല്ലാം എന്ത് പറയുന്നുണ്ട്? അതിനെല്ലാം മറുവഴിയും പറയുന്നുണ്ട്. അതായത് ആ തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ട് കുട്ടി വേറെ ഉത്തരങ്ങളും പറയുന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ മൈക്കിൾ ചേട്ടനും കുട്ടിയും തമ്മിലുള്ള സംഭാഷണമൊക്കെ നമ്മുടെ കവിതയിൽ വരുന്നുണ്ട്. അതോടൊപ്പം കുട്ടിക്ക് സൈക്കിൾ കിട്ടിയോ, അതേപോലെ കുട്ടി ചന്ദ്രനിലേക്ക് പോയോ, കുട്ടിയുടെ കൂടെ ആരെങ്കിലും തിരിച്ച് ഭൂമിയിലേക്ക് വന്നോ, അതേക്കുറിച്ചൊക്കെയാണ് നമ്മുടെ കവിതയിൽ പറയുന്നത്. അങ്ങ് ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ. നീല കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളുമുള്ള മരതക പട്ടുടുത്ത ഭൂമി. ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ. സൈക്കിളിൽ ചന്ദ്രനിലേക്ക് കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നത് ആരായിരിക്കും? അങ്ങനെ നമ്മുടെ കുട്ടി എങ്ങനെ സൈക്കിളിൽ ചവിട്ടി എവിടെ എത്തി? ചന്ദ്രനിലെത്തിയത് കുട്ടിയുടെ കൂടെ ആരോ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അതെല്ലാം എവിടെയാണുള്ളത്? നമ്മുടെ കവിത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം പറയാൻ മറന്നു. കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള
യാത്രക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ. ചാന്ദ്രയാത്രയിൽ നിങ്ങളും തയ്യാറായോ എങ്കിൽ പുറപ്പെട്ടോളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കവിതയിൽ എന്തൊക്കെയായിരിക്കും, കവിത വായിക്കാൻ നമുക്ക് തോന്നും അല്ലെ, എന്തൊക്കെയായിരിക്കും ഏത് നടന്നിട്ടുണ്ടാവുക, കുട്ടി ചന്ദ്രനിൽ എത്തിയോ എന്നുള്ള തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ വരും. നമുക്ക് എന്ത് ചെയ്യാം, വേഗം നമ്മുടെ കവിതയിലേക്ക് പോകാം, നമുക്ക് കവിത വായിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കവിത സൈക്കിൾ ചവിട്ടാൻ. എഴുതിയതാരാണ്? പി.ബി. രാമചന്ദ്രൻ. നമുക്ക് അത് വായിക്കാം. മൈക്കിൾ ചേട്ടാ സൈക്കിൾ വേണം. എങ്ങടാ മോനെ? ചന്ദ്രനിലേക്ക്. എന്തിനാ മോനെ? നിലാവ് കൊള്ളാൻ. ബെല്ലില്ല ചേട്ടാ, നാവുണ്ട് ചേട്ടാ. ബെല്ലില്ല മോനെ, നാവുണ്ട് ചേട്ടാ. അടുത്ത എന്താ പറയുന്ന ഡയലോഗ്? ബ്രേക്കില്ല മോനെ, കാലുണ്ട് ചേട്ടാ. ടയറില്ല മോനെ, ചിറകുണ്ട് ചേട്ടാ. എന്നാൽ എടുത്തോ, പോയി വരാം ട്ടോ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി, ടാറിട്ട റോട്ടിന്മേൽ താളത്തിലോടി, ആഞ്ഞു കുതിച്ചപ്പോൾ തെങ്ങുമ്മ കയറി, അവിടെ നിന്നും ചവിട്ടി ആകാശം കയറി, അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യൻ ഇരിക്കുന്നു. എന്തടാ പയ്യൻ? പിടിവിട്ടു വീണു. പരിക്കെന്തു പറ്റി? കാലൊന്ന് ഉളുക്കി. ഇനി എന്തു ചെയ്യും? എടുത്തിട്ട് പോണം. പിന്നിലിരുന്നോ? അങ്ങനെയാട്ടെ. എന്തടാ പേര്? ചന്ദ്രൻ എന്ന്. എവിടത്തെ ചന്ദ്രൻ? മാനത്തെ ചന്ദ്രൻ. എവിടെ പോണം? ഭൂമി പോണം. എന്തിനു പോണം? സൈക്കിൾ ചവിട്ടാൻ. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ ലൈൻസിൽ പറയുന്നതെല്ലാം എന്താണ്? മൈക്കിൾ ചേട്ടനും കുട്ടിയും തമ്മിലുള്ള സംഭാഷണം. ഈ കവിത ഒരു സംഭാഷണ രൂപത്തിലാണ് കേട്ടോ. രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ഈ കവിതയിലെ വരികൾ. അപ്പൊ ആദ്യത്തെ ഇതിൽ പറയുന്നത് എങ്ങനെയാണ്? മൈക്കിൾ ചേട്ടനും കുട്ടിയും തമ്മിലുള്ള സംഭാഷണ രൂപമാണ് അല്ലെ. കുട്ടി മൈക്കിൾ ചേട്ടൻ്റെ കൂടെ എന്താ പറയുന്നത്? മൈക്കിൾ ചേട്ടാ എനിക്കൊരു സൈക്കിൾ വേണം പറയാണ് അല്ലെ. അപ്പൊ എടുത്ത് വായിക്കും നമ്മുടെ മൈക്കിൾ ചേട്ടൻ എന്താ ചോദിച്ചത്? എങ്ങടാ മോനെ? വെച്ചാൽ എങ്ങോട്ടാണ് മോനെ എന്ന് ചോദിക്കുന്നത്. ഇതൊരു സംസാര ശൈലിയാണ്, സംസാരിക്കുന്ന രീതിയാണ്. എങ്ങടാ മോനെ എന്ന് ചോദിക്കണം. എങ്ങോട്ടാണ് മോനെ എന്നത് ചുരുക്കിയിട്ട് എങ്ങടാ മോനെ എന്ന് ചോദിക്കുകയാണ്. കുട്ടി എന്ത് പറഞ്ഞു? ചന്ദ്രനിലേക്കാണെന്ന് പറയുകയാണ്. അപ്പൊ മൈക്കിൾ ചേട്ടൻ ചോദിക്കുകയാണ്, എന്തിനാ മോനെ? നീ എന്തിനാ ചന്ദ്രനിലേക്ക് പോകുന്നത് എന്നിട്ട് മൈക്കിൾ ചേട്ടൻ ചോദിക്കുകയാണ്. അപ്പൊ കുട്ടി പറഞ്ഞ ഉത്തരം എന്താ? നിലാവ് കൊള്ളാൻ. എന്താണ് നിലാവ് കൊള്ളാൻ പറഞ്ഞ? അതായത് നമ്മുടെ ചോദ്യോത്തരങ്ങൾ വരുന്നുണ്ട് ഈ ഒരു ചോദ്യം, നിലാവ് കൊള്ളാൻ. ഇവിടെ നിലാവ് കൊള്ളാൻ എന്നതിന് രണ്ടർത്ഥമാണ് വരുന്നത്. നിലാവ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പൊ നിലാവ് കൊള്ളാൻ എന്ന് വെച്ചാല് കുട്ടിക്ക് നമുക്കറിയാം, നമ്മുടെ ഭൂമി നിൽക്കുന്ന സമയത്ത് ആകാശത്തിലുള്ള നിലാവ് നമുക്ക് കിട്ടും. നമുക്ക് നിലാവുള്ള രാത്രികളിൽ ആ നിലാവ് വെച്ച്